ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി കളമശ്ശേരി മണ്ഡലാതിർത്തിയിലെ ഏകോപന സമിതിയുടെ 10 യൂണിറ്റുകളുടെ കൂട്ടായ്മ നോർത്ത് കളമശ്ശേരിയിൽ ഒത്തുകൂടി. കളമശ്ശേരി ടൗൺ മെട്രോ സ്റ്റേഷന് മുമ്പിൽ നിന്നും മെഴുകുതിരികൾ തെളിയിച്ച് മൗന ജാഥയായി പ്രീമിയർ കവലിലെത്തി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അനുശോചന യോഗം നടത്തുകയും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. നോർത്ത് കളമശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മായിൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ലോക മനസാക്ഷി തെളിഞ്ഞെത്തിച്ച കാശ്മീരിലെ ഭീകര ആക്രമണത്തിനെതിരെ വ്യാപാരി വ്യവസായി കളമശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ യോഗത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി NM കബീർ സ്വാഗതം ആശംസിച്ചു. എന്താണെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളെയാണ്, നമ്മുടെ പ്രതീക്ഷകളാണ്. ആ ഒരു സംഭവത്തിൽ തന്നെ കാശ്മീർ എന്നൊക്കെ ദിവസം പൂർവ്വത്തിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മുപ്പത്തടം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷഫീഖ് അത്രപ്പള്ളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി. പോയപ്പോൾ അവിടെ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ പിൻബലത്തോടുകൂടി ഭീകരായ ഒട്ടനവധി ആളുകൾ അവിടെ അതിക്രമിച്ച് കയറുകയും 26ഓളം അംഗങ്ങളെ, നമ്മുടെ സഹോദരന്മാരെ അവരുടെ വെടിയുണ്ടകളിൽ നിന്ന് വെടിയുതിർത്തി അവരെയൊക്കെ തന്നെ അതിക്രൂരമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. 26 പേരുടെ ചങ്കുകളിലേറ്റ വെടിയുണ്ടകളല്ല, അത് ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെയും തിരുനെഞ്ചിലേറ്റ വെടിയുണ്ടകളാണ്. ഇതിനൊരിക്കലും മാപ്പ് നൽകില്ല. ഈ കാട്ടാളത്തമായി പ്രാകൃതമായ പാകിസ്ഥാന്റെ ഈ ഭീകര താണ്ഡവത്തിനെതിരെ അതിശക്തമായ രീതിയിൽ എപ്രകാരമാണോ അവർ തിരിച്ചടിച്ചത്, അതുപോലെ തന്നെ അതേ നാണയത്തിൽ തന്നെ ആ രാജ്യത്തിനെ തിരിച്ചടിക്കണമെന്നാണ് ഈ 140 കോടി ജനങ്ങളുടെയും ആഗ്രഹം. കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മധു പുറക്കാട് ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. കാശ്മീര് ഭാരതത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു ഭൂമിയാണ്. അങ്ങനെ ആ കാശ്മീര് പഴയ ആ പ്രതാപകാലത്തിലേക്ക് കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ കാശ്മീരിൽ അശാന്തി ഉണ്ടാക്കുവാനും കാശ്മീരിനെ തകർക്കാനും അതോടൊപ്പം ഈ രാജ്യത്ത് ജനങ്ങളുടെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള വൈര്യമുണ്ടാക്കുവാനും വേണ്ടിയിട്ടാണ് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണെന്ന് പറയപ്പെടുന്നു ഭീകരവാദികൾ അവിടെ ഈ ക്രൂരമായ കൊല ചെയ്തത്. ഭീകരന്മാരുടെ ആക്രമണത്തെക്കാൾ പോലെ തന്നെ ആ ആക്രമണം ഉണ്ടായ സമയത്ത് അതിനടുത്ത ദിവസങ്ങളിൽ ഇതിനെ വേറെ രീതിയിൽ തിരിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്തുണ്ടായി. പക്ഷേ അങ്ങനെ ശ്രമങ്ങൾ രാജ്യത്തുണ്ടായപ്പോഴും ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരിക്കുന്ന സർക്കാരിനോടും ആ സർക്കാരിന്റെ രാഷ്ട്രീയത്തോടുമുള്ള എല്ലാ വിയോജിപ്പും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഏതാണ്ട് 139-140 കോടി ജനതയെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിലൊരു കാര്യം പറഞ്ഞു: ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരൊറ്റ മതം മാത്രമേ ഉള്ളൂ, അത് ഈ ഭാരതം എന്ന മതമാണ്. അതുകൊണ്ട് ഈ ഭാരതത്തെ നേരിടാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ, തകർക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് 2 കൈയും പൊക്കി ഞങ്ങൾ പിന്തുണ നൽകുകയാണെന്ന് പറഞ്ഞു. HMT യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൽ അസീസ്, വർക്കിംഗ് പ്രസിഡന്റ് ഗോപി, വിടാക്കുഴ യൂണിറ്റ് പ്രസിഡന്റ് CAK നവാസ്, സൗത്ത് കളമശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് MB മുഹമ്മദ്, തോട്ടക്കാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് ഫൈസൽ, ജനറൽ സെക്രട്ടറി മംഗൾ കാർത്തികേയൻ, ഉളിയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അസീസ്, കുന്നുകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുബൈദ നാസർ, മഞ്ഞുമൽ യൂണിറ്റ് പ്രസിഡന്റ് ദേവസി എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. അയിരൂർ കുത്തിയതോട് യൂണിറ്റ് ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. മുപ്പത്തടം യൂണിറ്റ് ട്രഷറർ രാധാകൃഷ്ണൻ ചൊല്ലിക്കൊടുത്ത ഭീകര വിരുദ്ധ ദേശസ്നേഹ പ്രതിജ്ഞ ഏവരും ഉച്ചത്തിൽ ഏറ്റുചൊല്ലി. ഭാരതാംബയുടെ ശിരസായ കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരരുടെ നേതൃത്വത്തിൽ നടന്ന ഭീകര ആക്രമണത്തെ ഞാൻ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. ഈ അക്രമത്തെ ഞാൻ എന്റെ രാജ്യത്തിനെതിരായിട്ടുള്ള അക്രമമായി കാണുന്നു. ഈ അക്രമത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഭാരതത്തിന്റെ കരുത്ത്
എന്നുള്ളത് 140 കോടി ജനങ്ങളുടെ കരുത്താണ്, ആത്മാഭിമാനമാണ്. ഞാൻ ഈ അവസരത്തിൽ എന്റെ രാജ്യത്തിനൊപ്പം പൂർണ്ണമായി ഉറച്ചു നിൽക്കും. ഈ നാൾ എന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ജയ് ഹിന്ദ്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.